കൃഷിഭവനുകൾ വഴി തേങ്ങ സംഭരിച്ചിട്ട് ഒരു മാസത്തോളമായിട്ടും കർഷകർക്ക് പണം ലഭിക്കുന്നില്ല. ഒരു റിപ്പോർട്ട്. സംസ്ഥാന സർക്കാർ നാളികേര കർഷകരെ സഹായിക്കാനായി എന്ന് കൊട്ടിഘോഷിപ്പിച്ച് നടപ്പാക്കിയ തേങ്ങാ സംഭരണം അവതാളത്തിൽ. കൃഷിഭവനുകൾ വഴി പച്ചത്തേങ്ങാ സംഭരണം നടത്തി നാളികേര കർഷകർക്ക് മികച്ച വില നൽകുമെന്ന് പ്രഖ്യാപിച്ച സർക്കാർ ഇപ്പോൾ സംഭരിച്ച തേങ്ങയുടെ വില പോലും നൽകുന്നില്ല. ജില്ലയിലെ കൃഷിഭവനുകൾ വഴി തേങ്ങ നൽകിയ കർഷകർക്ക് വില ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല, പൊതുമാർക്കറ്റിലുള്ള വില പോലും നൽകുന്നില്ല. 16 രൂപയായിരുന്നു കഴിഞ്ഞ മാസം വരെ 1 കിലോ തേങ്ങയുടെ വില. ഓണക്കാലത്ത് 20 രൂപയായെങ്കിലും പിന്നീട് 18 രൂപയിൽ ഒതുക്കി. എന്നാൽ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൌൺസിലിന്റെ സംഭരണ കേന്ദ്രങ്ങൾ വഴി കിലോയ്ക്ക് 22 രൂപ ലഭിക്കുമ്പോഴാണ് സർക്കാർ കൃഷിഭവൻ വഴി കർഷകരെ ചൂഷണം ചെയ്യുന്നത്. നിലവിൽ ചൊവ്വ വ്യാഴം ദിവസങ്ങളിലാണ് കൃഷിഭവനുകളിൽ പച്ചത്തേങ്ങ സംഭരിക്കുന്നത്. ഓരോ സംഭരണത്തിലും 1.5 ടണ്ണിലധികം വീതം പച്ചത്തേങ്ങ ലഭിക്കുന്നുണ്ട്. സംഭരിച്ച തേങ്ങയ്ക്ക് കേരഫെഡിന്റെ ജില്ലാ ഓഫീസ് മുഖേനയാണ് കഴിഞ്ഞ മാസം വരെ പണം നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ തിരുവനന്തപുരത്തെ സോണൽ മാനേജർ വഴിയാണ് പണം നൽകുന്നത്. ഇതാണ് കർഷകർക്ക് പണം ലഭിക്കാൻ കാലതാമസം നേരിടുന്നത്. ഓരോ കൃഷിഭവനുകളിലും ലക്ഷങ്ങളാണ് ഇപ്പോൾ കൊടുക്കാനുള്ളത്. എന്നിട്ടും ഇത് നൽകാതെ നാളികേരത്തിന്റെ വില വർദ്ധിപ്പിച്ചുവെന്ന് പ്രസ്താവന നടത്തുകയാണ് സർക്കാർ. ന്യൂസ് ഡെസ്ക് KCV.